തഞ്ചാവൂരിലേക്കാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. രാമേശ്വരത്ത് നിന്ന് തഞ്ചാവൂരിലേക്ക് ഏകദേശം 246 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. ഏകദേശം ഒരു 4 hours ജേണി ആയിരുന്നു. നമ്മൾ ഓൺ ദ വേ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ പോയത് തഞ്ചാവൂർ പെരിയ കോവിലിലേക്കാണ്. തമിഴ്നാടിൻ്റെ കലാപാരമ്പര്യത്തിൻ്റെ പ്രാണനാണ് തഞ്ചാവൂർ. ചോഴ, നായക്, മറാത്ത രാജവംശങ്ങളുടെ കാലങ്ങളിൽ ഇതൊരു പ്രാധാന്യമേറിയ ഭൂപ്രദേശം കൂടിയായിരുന്നു. കൂടാതെ തഞ്ചാവൂർ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ്. മണിരത്നത്തിൻ്റെ പൊന്നിയിൻ സെൽവൻ നമ്മളെല്ലാവരും കണ്ടതല്ലേ. തഞ്ചാവൂരിൻ്റെയും ചോഴ സാമ്രാജ്യത്തിൻ്റെയും സമ്പന്നമായ ചരിത്രമായിരുന്നു ആ മൂവിയിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളും തഞ്ചാവൂരിൻ്റെ സൗന്ദര്യത്തിൽ ചിത്രീകരിച്ചവയാണ്. തഞ്ചാവൂർ ചോഴ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ സ്മരണകൾ ആവിഷ്കരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൂടാതെ തമിഴ് കഥകളിലും പാട്ടുകളിലും പ്രതിരൂപമായ കാവേരി പുഴയുടെ തീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തഞ്ചാവൂർ പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ബൃഹദേശ്വര ക്ഷേത്രം. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇത് ചോഴ സാമ്രാജ്യത്തിൻ്റെ പൗരാണിക അഭിമാനത്തെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായുള്ള തഞ്ചാവൂർ മറാത്ത കൊട്ടാരം അതിൻ്റെ പ്രാചീന ശില്പങ്ങളിലും മതിലുകളിൽ തെളിഞ്ഞ ചിത്രങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ദ ബിഗ് ടെമ്പിൾ, അല്ലെങ്കിൽ തഞ്ചൈ പെരിയ കോവിൽ, അല്ലെങ്കിൽ ബൃഹദേശ്വര ക്ഷേത്രം എന്നൊക്കെ വിളിക്കുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്കിങ്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ബൃഹദേശ്വര ക്ഷേത്രത്തിനകത്തോട്ട് പോയി. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ തഞ്ചൈ പെരിയ കോവിൽ എന്ന ബൃഹദേശ്വര ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മഹത്തായ ശില്പ സംരക്ഷണങ്ങളിൽ ഒന്നാണ്. ചോഴ സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്തെ പ്രതിദാനം ചെയ്യുന്ന ഈ ക്ഷേത്രം രാജരാജ ചോഴൻ ഒന്നാമൻ AD 1010 നിർമ്മിച്ചതാണ്. ചോഴ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക മഹിമയും തികഞ്ഞ വാസ്തുവിദ്യയും പ്രതിദാനം ചെയ്യുന്ന ഈ ക്ഷേത്രം കാവേരി നദിയുടെ തീരത്താണ് നിലകൊള്ളുന്നത്. രാജരാജ ചോഴൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച പെരിയ കോവിൽ ചോഴരുടെ ഭക്തി, കലാസമ്പത്തുകൾ, സാംസ്കാരിക പ്രാധാന്യം എന്നിവയുടെ തെളിവാണ്. ഇവിടുത്തെ വാസ്തുവിദ്യയുടെയും ശില്പകലകളുടെയും പ്രതാപം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. 216 അടി ഉയരമുള്ള ഗോപുരം, സിംഹാസനത്തിലിരിക്കുന്ന ഒരു ബഹുമാന ചിഹ്നം, ഏകദേശം 80 ടൺ ഭാരമുള്ള കുതിരയുടെ കലശം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നാണ്. അതുപോലെ തൂണുകളില്ലാതെ നിർമ്മിച്ച ഇവിടുത്തെ വിശുദ്ധ മന്ദിരം വാസ്തുവിദ്യ എന്നും പഠനത്തിൻ്റെ വിഷയമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നന്ദി വിഗ്രഹം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹങ്ങളിലൊന്നാണ്. ഇവിടുത്തെ നാട്യമണ്ഡപം ഒരു കലാസങ്കേതമാണ്. രചിക്കപ്പെട്ട നൃത്തങ്ങളും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡപം. ക്ഷേത്രത്തിൻ്റെ മതിലുകളിലും ഭിത്തികളിലും ചോഴ ഭരണകാലത്തിൻ്റെ കലാസമ്പത്തുകളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ പെടുന്ന ബൃഹദേശ്വര ക്ഷേത്രം ഒരു കാഴ്ചക്കാരന് എപ്പോഴും മനം കവരുന്ന ഒരു ചരിത്ര സ്മാരകവും ആധ്യാത്മിക കേന്ദ്രവുമാണ്. ഇവിടെ എത്തുന്ന എല്ലാ കാഴ്ചക്കാരും ഇത് ഒരു മായാജാലം പോലെ ആകർഷിക്കുന്നു. ഞങ്ങളങ്ങനെ ബൃഹദേശ്വര ക്ഷേത്രം മൊത്തം ചുറ്റി നടന്ന് കണ്ട് അകത്ത് കയറി ഭഗവാന്റെ ദർശനവും നേടി വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ഈ വീഡിയോയും റീൽസിനകത്ത് നമ്മൾ കൊടുത്തിരുന്ന വീഡിയോസും പിന്നെ നമ്മുടെ കുറച്ച് നല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മളങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. വീണ്ടും വീണ്ടും കയറി കാണാൻ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം. ഇതാണ് ലോകത്തിലെ തന്നെ വലിയ നന്ദി വിഗ്രഹങ്ങളിലൊന്ന്. ഇതൊരു മായാജാല കാഴ്ചയാണ്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു സംസ്കാരവും ഒരു ഭരണകാലത്തിൻ്റെ ഓർമ്മയും ഉൾക്കൊള്ളുന്ന ബൃഹദേശ്വര ക്ഷേത്രം. നിങ്ങൾ കുറച്ച് ഹിസ്റ്റോറിക്കൽ പരമായിട്ട് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ പരമായിട്ട് താല്പര്യവുമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസായി നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളങ്ങനെ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് നമുക്ക് കുറച്ച് ക്ഷേത്രങ്ങളും കൂടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ നിയർ ബൈ ആയിട്ടുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ ലിസ്റ്റ് എടുത്തായിരുന്നു. അപ്പം അവിടെ പലയിടത്തും വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോസൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് കൊടുക്കാൻ പറ്റാത്തത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത്
തഞ്ചാവൂർ കൊട്ടാരത്തിലേക്കാണ്, തഞ്ചാവൂർ മറാത്ത പാലസിലേക്ക്. നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ ലഞ്ച് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോയ ദിവസം സരസ്വതി മഹാൾ ലൈബ്രറി റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെയും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മൾ അവിടുന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ചോദിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചായിരുന്നു. എന്നിട്ടാണ് നമ്മൾ തിരിച്ച് പാലസിലോട്ട് വന്ന് കണ്ടത്. നമ്മൾ സരസ്വതി മഹാൾ ലൈബ്രറി എടുക്കുക ചെന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ഇതാണെന്നൊക്കെ അറിയുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം, നമുക്ക് കയറി കാണാൻ വേണ്ടിയിട്ട്, ക്ലോക്ക് ടവറൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പം ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതാണ് സരസ്വതി മഹാൾ ലൈബ്രറി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ ശ്രീ ആര്യാസിൽ വന്ന് ഫുഡ് കഴിച്ചു. നല്ലൊരു ഫുഡായിരുന്നു, നല്ല താളി മീൽസാണ് കിട്ടിയത്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു, തഞ്ചാവൂർ പോകുന്നവരാരാണെങ്കിലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീണ്ടും തഞ്ചാവൂർ കൊട്ടാരം, അതായത് തഞ്ചാവൂർ മറാത്ത പാലസിലേക്ക് നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ മറാത്ത പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. തഞ്ചാവൂർ മറാത്ത പാലസിൻ്റെ ചുവർ ചിത്രങ്ങൾ 17-ാം നൂറ്റാണ്ടിലെ മറാത്ത രാജാക്കന്മാരുടെ കലാമികവിൻ്റെ തെളിവാണ്. ബൃഹദേശ്വരനെക്കുറിച്ചും കൊട്ടാരത്തിലെ ദേവനായക മ്യൂസിയം എന്ന ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ചരിത്രാത്മക നിർമ്മിതികൾ, വ്യത്യസ്ത ശൈലിയിലുള്ള ഫർണിഷുകൾ, കലയുടെ അത്ഭുതം നിറഞ്ഞ സ്മാരകങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തഞ്ചാവൂർ മറാത്ത പാലസ്. ഒരു മറാത്ത കോട്ടയായി ഇതിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇത് നായിക് രാജാക്കന്മാരാൽ 1530കളിൽ നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. എന്നാൽ നായിക് രാജാക്കന്മാരുടെ ആധിപത്യം മറാത്ത രാജാക്കന്മാരായ തഞ്ചാവൂരിലെ ഭോംസാലുക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഭോംസാല രാജകുടുംബം കൊട്ടാരത്തിൽ പുനർനിർമ്മിതികളും വർധനങ്ങളും നടത്തി. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് ഇത് അവരുടെ കൈവശം സൂക്ഷിച്ചു. അവസാന രാജാവായ തഞ്ചാവൂർ ശിവാജി മഹാരാജാവിൻ്റെ മരണം വരെ കൊട്ടാരം ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടുത്തെ മ്യൂസിയത്തിൽ എല്ലാ രാജഭരണകാലത്തെയും അവശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ രാജാക്കന്മാരുടെയും പൈതൃകങ്ങൾ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് ബെൽ ടവറിലേക്കാണ്. ഒരു 7 നിലയുള്ള ബെൽ ടവർ, അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. അതിൻ്റെ അപൂർവമായ ശൈലിയിൽ ഇതിനെ വൈൽഡ് ഹോൾഡ് പവലിയൻ എന്നും അറിയപ്പെടുന്നു. നാടകരചയിതാവായ വിജയരാഘവ നായിക് ഓരോ ദിവസവും ഉച്ചയിൽ ഈ ടവറിന് മുകളിൽ കയറി ശ്രീരംഗത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തെ നോക്കി ദേവന്മാരോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഒരു അർബൻ ലെജൻഡ് പറയുന്നത്. ബെൽ ടവറിൻ്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന സംഗീത മഹൽ, ശബ്ദപ്രതിഫലനം ഇല്ലാതെ സംഗീതവും നൃത്തവും സൗകര്യപൂർവ്വം നടത്താൻ കഴിയുന്ന ഒരിടം. നായക രാജാക്കന്മാർ പണിത ഒരു അത്ഭുതശാലയാണ് ഇവിടുത്തെ സംഗീത മഹൽ. ഇതാണ് ആ ബെൽ ടവർ. നമ്മൾ മേളിലോട്ട് കയറാൻ നിന്നില്ല, പക്ഷെ കയറാൻ പറ്റും. നമ്മൾ കുറച്ചൊന്ന് കയറി നോക്കി, പിന്നെ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് അവിടെ എഴുതിയിരുന്നതൊക്കെ വായിച്ചു. അവിടെ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. കലാ ഗാലറികൾ ഇവിടെ ഒന്നിലധികം തന്നെ ഉണ്ട്, കുറേ ഉണ്ടെന്ന് തന്നെ പറയാം. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഗാലറിയാണ് രാജരാജ ചോഴരുടെ ശില്പങ്ങൾ അടങ്ങിയിരിക്കുന്ന കലാ ഗാലറി. രാജരാജ ചോഴ കലാ ഗാലറി നായക രാജവംശങ്ങളുടെ ദർബാർ ഹാളായിരുന്നു. ഇതിൻ്റെ മതിൽ ചിത്രങ്ങളും ബ്രോൺസ് ശില്പങ്ങളും പ്രതിമകളും പ്രാചീന ഇന്ത്യൻ ശില്പകലയുടെ ഉജ്ജ്വല ഉദാഹരണങ്ങളാണ്. പ്രത്യേകിച്ചും ശിവപാർവതിമാരുടെ വിവാഹം കാണിക്കുന്ന ഒരു ശില്പമുണ്ട്. അതിനെ സൂക്ഷ്മ വിശദാംശങ്ങൾ കൊണ്ട് ആളുകളെ എപ്പോഴും അത് ആകർഷിക്കുന്നു. അതിനകത്ത് കുറേ ഗാലറികളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പല സമയങ്ങളിലായി നിർമ്മിക്കപ്പെട്ട ശില്പങ്ങളും പല കാലഘട്ടങ്ങളിലായി നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതുമാണ്. തഞ്ചാവൂർ ചോള രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഏതാണ്ട് 7-ാം നൂറ്റാണ്ടിലൊക്കെ. ഇപ്പോൾ ഇവിടെ പ്രധാനമായും 2 കോട്ടകളാണ് ഉള്ളത്. ചിന്നക്കോട്ട, പെരിയ കോട്ട, അതായത് ചെറുകോട്ട, വലിയ കോട്ട.
തഞ്ചാവൂർ പാലസ് വലിയ കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോളരുടെ രാജ്യത്വം ഏതാണ്ട് 1279 നശിക്കപ്പെട്ടു. കുറേ വർഷങ്ങൾ അത് പിന്നീട് പാണ്ഡ്യ രാജവംശം ആണ് നോക്കി നടത്തിയിരുന്നത്. എന്നാൽ 1532 സേവപ്പ നായിക തഞ്ചാവൂരിനെ പിടിച്ചെടുക്കുകയും രാജാവായി അവിടെ വാഴുകയും ചെയ്തു. തഞ്ചാവൂർ പാലസിൻ്റെ നിർമ്മാണം നേരത്തെ തഞ്ചാവൂർ നായിക് രാജവംശത്തിൻ്റെ ഭരണാധികാരികളിൽ ആരംഭിച്ചിരുന്നു. 1534 പാലസിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും 1535 പൂർത്തിയാകുകയും ചെയ്തു. പാലസിൻ്റെ നിർമ്മാണ സമയത്ത് നിരവധി അക്കാലത്തെ അടിമകൾ, അതായത് പ്രിസണർമാരും പങ്കെടുത്തുവെന്നും പറയപ്പെടുന്നു. പാലസിനെ ഔദ്യോഗികമായി ശിവഗംഗൈക്കോട്ടെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1674 മറാത്ത രാജാവായ വെങ്കോജി ഈ കോട്ട പിടിച്ചെടുത്തതോടെ ഇത് മറാത്ത രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായി മാറപ്പെട്ടു. അങ്ങനെയാണ് ഇതിന് പിന്നീട് മറാത്ത പാലസ് എന്നുള്ള പേര് വന്നത്. മറാത്ത രാജവംശത്തിൽപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ പഴയ ഘടന മെച്ചപ്പെടുത്തി ഒരു വലിയ കോംപ്ലക്സ് ആക്കി ഇതിനെ മാറ്റിയത്. അതിനുശേഷമാണ് ഇതിനെ മറാത്ത പാലസ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇതാണ് തഞ്ചാവൂർ പാലസിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ കിട്ടിയത്. അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ പാലസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആബീസ് റെസിഡൻസിയിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ കുംഭകോണം മഹാകുംഭേശ്വര ക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും സന്ദർശിച്ചു. അതിനുശേഷം നേരെ തഞ്ചാവൂരിലേക്ക് മടങ്ങി. അന്നേ ദിവസം വീണ്ടും ശ്രീ ആര്യഭവനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി കുംഭകോണത്തെ ഫുട്ടേജസ് നമുക്ക് അവൈലബിൾ അല്ല, കാരണം പലയിടത്തും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ഫുട്ടേജസ് നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റാഞ്ഞത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച സ്ഥലത്തു നിന്ന് തന്നെയാണ് രാത്രിയിലും ഫുഡ് കഴിച്ചത്, ശ്രീ ആര്യഭവൻ. നല്ല ഫുഡായിരുന്നു, നല്ലോണം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത്. വെജിറ്റേറിയൻ ആയിരുന്നു നമ്മളെല്ലാവരും. അപ്പം വെജിറ്റേറിയനെ തന്നെ നമ്മൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റി. സോ നമ്മൾ ഹൈലി റെക്കമെൻഡഡ് ആണ് കേട്ടോ. തഞ്ചാവൂർ പോകുന്നവർ ഇവിടെ പോയി ഫുഡ് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് മടങ്ങി നല്ലൊരു ഉറക്കം ഉറങ്ങണം. നാളെ വീണ്ടും വെളുപ്പിന് തന്നെ നമുക്ക് ശ്രീരംഗത്തേക്കാണ് നമ്മുടെ നെക്സ്റ്റ് യാത്ര. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ നെർഡ് കപ്പിൾ. ഫോർ മോർ വീഡിയോസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.